ഹലോ, ഗുഡ് മോർണിംഗ്. ജോസ് കാച്ചിപ്പള്ളി ഒഫീഷ്യൽ ചാനലിലേക്ക് സ്വാഗതം. ഓഹരി വിപണിയിലെ വീഴ്ചയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പരിക്കു പറ്റിയോ? കഴിഞ്ഞ ഒരു വർഷത്തിൽ അതിർത്തിയിലെ യുദ്ധങ്ങളും തീരുവ പ്രതിസന്ധിയും മൂലം ഓഹരി വിപണിയിൽ 6% വീഴ്ചയാണ് രേഖപ്പെടുത്തിയത്. സെൻസെക്സ് 6.45% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ നിഫ്റ്റി 6.17% ഇടിവ് രേഖപ്പെടുത്തി. സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ് സൂചികകൾ 8 മുതൽ 9% വരെ ഇടിവ് രേഖപ്പെടുത്തി. കഴിഞ്ഞ ഒക്ടോബർ മുതലാണ് റെക്കോർഡ് ഉയരത്തിൽ നിന്ന് ഓഹരി വിപണി താഴേക്ക് പിൻവാങ്ങി തുടങ്ങിയത്. നവംബറിൽ ഡൊണാൾഡ് ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് വിജയവും അദ്ദേഹത്തിന്റെ നയങ്ങളും ഓഹരി വിപണിയെ വലിയ സമ്മർദ്ദത്തിലാക്കി. അതിനു പിന്നാലെ തീരുവ പ്രതിസന്ധി മൂലം വിദേശ കമ്പനികൾ കൂട്ടമായി ഓഹരി വിപണിയിൽ നിന്ന് പിൻവാങ്ങിയപ്പോൾ ആഘാതം വർദ്ധിച്ചു. പിന്നാലെ ഒട്ടേറെ കമ്പനികളുടെ മോശം പാദഫലങ്ങളും ഇതിന് ആക്കം കൂട്ടി. 500 നിഫ്റ്റി സൂചികകളിൽ ഒട്ടേറെ കമ്പനികൾ പകുതിയിലേറെ വീഴ്ച നേരിടുന്നുണ്ട്. 333 കമ്പനികളിൽ ഇപ്പോഴും ഇടിവ് തുടരുന്നുണ്ട്. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക.